റഷ്യക്കുള്ളിലേക്ക് കൂടുതൽ യുക്രൈൻ സൈന്യം നുഴഞ്ഞു കയറിയെന്ന വാർത്ത വരുന്നു. പ്രതിരോധിക്കാൻ കൂടുതൽ സൈന്യത്തെ റഷ്യ വിന്യസിക്കുന്നു. യുക്രൈൻ്റെ അപ്രതീക്ഷിത നീക്കം അമേരിക്കയുടെ ആയുധ നയത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന ആശങ്കയിൽ പെൻറ്റഗൺ. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ യുദ്ധം വേറൊരു ദിശയിലേക്ക് വഴിമാറുന്നു. ഇതുവരെ റഷ്യയുടെ കടന്നുകയറ്റമായിരുന്നു യുക്രൈനിലേക്ക്. ഇപ്പോൾ റഷ്യയുടെ മണ്ണിലേക്ക് കടന്നു കയറുന്നു എന്ന വാർത്ത ഒരുപക്ഷെ റഷ്യയെ നടുക്കിയിട്ടുണ്ടാകുമല്ലോ. ഗുഡ് മോർണിംഗ് എസ്കെൻ പറഞ്ഞ പോലെ റഷ്യ മാത്രമല്ല അമേരിക്കയും മറ്റ് രാജ്യങ്ങളെ നടുക്കിയിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ അതിർത്തിയിലെ കെർസ്ക് ഒബ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്രദേശത്താണ് യുക്രൈൻ സേനയുടെ ഈ നുഴഞ്ഞുകയറ്റം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 ദിവസം ആകുകയാണ്. ഏതാണ്ട് ഒരു 35 കിലോമീറ്റർ കൂടുതൽ ഈ സൈന്യം എത്തിക്കഴിഞ്ഞതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. യുക്രൈൻ അതിർത്തിയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ റഷ്യ തിരക്കിട്ട് ഈ യുക്രൈൻ സേനയുടെ നുഴഞ്ഞുകയറ്റം തടയുവാനായിട്ട് മാറ്റി വിന്യസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ റഷ്യൻ പ്രദേശങ്ങളൊന്നും പിടിച്ചെടുക്കുവാൻ താല്പര്യമില്ലെന്നും റഷ്യയുടെ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കുവാൻ ഈ അതിർത്തിക്കിടയിൽ ഒരു ബഫർ സോൺ സൃഷ്ടിക്കുകയാണ് തങ്ങളുടെ ഉദ്ദേശമെന്നാണ് യുക്രൈൻ ഈ നുഴഞ്ഞുകയറ്റത്തോട് പറയുന്നത്. എന്നാൽ യുക്രൈന്റെ നീക്കത്തെപ്പറ്റി ഇനിയും ഒരു വ്യക്തതയും ഇല്ലെന്നാണ് അമേരിക്ക ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ആയുധ നയത്തിന് നേരത്തെ എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഇത് ശരിക്കും വെല്ലുവിളി ഉയർത്തും. പ്രത്യേകിച്ച് ഈ ഗ്രാമങ്ങളും സൈനികമല്ലാത്ത കേന്ദ്രങ്ങളും ഒക്കെ പിടിച്ചെടുക്കുവാൻ യുക്രൈൻ അമേരിക്കൻ ആയുധങ്ങളോ അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങളോ ഉപയോഗിക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉത്തരം പറയേണ്ടി വരും അമേരിക്കയ്ക്ക്. US ആയുധ നയം ലംഘിക്കാതെ ഒരു സ്വയം പ്രതിരോധമാണ് യുക്രൈൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് സംബന്ധിച്ച് പെന്റഗൺ പ്രതികരിച്ചിരിക്കുന്നത്. എസ്കെൻ, ഈ കെർസ്ക് ഒബ്ലാസ്റ്റിലേക്ക് സൈന്യത്തെ പുടിൻ മാറ്റി വിന്യസിപ്പിക്കുന്നുണ്ടെന്ന് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ എഫ് കർബി അല്പസമയം മുമ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്ന് കരുതി യുക്രൈന്റെ ഈ വടക്ക് കിഴക്കൻ പ്രദേശത്ത് നിന്ന് റഷ്യ പിന്മാറി എന്ന് കരുതേണ്ടെന്നും കർബി പറയുന്നു. എസ്കെനെ, അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് യുക്രൈൻ ഈ നുഴഞ്ഞുകയറ്റത്തിലൂടെ. അമേരിക്ക പോലും അറിയാതെ അതീവ രഹസ്യമായി നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിച്ചതിൽ US ഉദ്യോഗസ്ഥരിൽ ഏറെ മതിപ്പുണ്ടാക്കിയിരിക്കുകയാണ് യുക്രൈൻ സൈന്യം. എസ്കെൻ. മധു കൊട്ടാരക്കരയാണ്. താങ്ക് യു മധു. അമേരിക്കയിൽ നിന്നും തത്സമയം ചേർന്നത്. റഷ്യയുടെ ഉള്ളിലേക്ക് യുക്രൈൻ സേന കടന്നു കയറുന്നു എന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കഴിഞ്ഞ ദിവസങ്ങളായി യുക്രൈൻ റഷ്യ അതിർത്തിയിൽ യുക്രൈൻ്റെ മുന്നേറ്റമുണ്ട്. എന്തായാലും പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധ സഹായമൊക്കെ തന്നെ യുക്രൈന് വലിയൊരു പിൻബലമായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.